ബാഗിൽ നിന്നും കൃഷ്ണശില്പവും അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയും എടുത്ത് അവൾ ടേബിളിലേക്ക് വെച്ചു. ക്ലിപ്പഴിച്ച് മുടി വിടർത്തിയിട്ട് കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നു. ഹോസ്റ്റൽ വെള്ളത്തിൽ കുളിച്ച് മുടിയൊക്കെ കൊഴിയാൻ തുടങ്ങി. ഇനി വേണം കാച്ചെണ്ണ തേച്ച് കുളിക്കാൻ. ഓർത്തിട്ട് തന്നെ കുളിര് കോരുന്നു. അങ്ങനെ ഓരോന്നോർത്ത് മുടി കോതിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. പ്രതീക്ഷിച്ച കോൾ ആയതുകൊണ്ട് ചെറുപുഞ്ചിരിയോടെ അവൾ ആ കോള് അറ്റൻഡ് ചെയ്തു. ഹലോ അമ്മച്ചി. ആ മോളെ, എവിടെയാ നീ? ഇപ്പോഴും ലൈബ്രറിയിലാണോ? അല്ല അമ്മച്ചി, ഞാൻ വീട്ടിൽ അല്ല ഹോസ്റ്റലിലെത്തി. കത്രീന അമ്മയോട് കള്ളം പറയാൻ ഇപ്പോഴും തനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എൻ്റെ പല കാര്യങ്ങളും ജെറിയെ കൊണ്ടാണ് ഞാൻ പറയിപ്പിക്കുന്നത്. ഇനി എപ്പോഴാ നിന്നെ ഒന്ന് കാണുന്നേ? അതിന് കഴിഞ്ഞ ആഴ്ച കണ്ടതല്ലേ ഉള്ളൂ. അത് ഞാൻ ഹോസ്റ്റലിലേക്ക് വന്നതുകൊണ്ടല്ലേ. വീട്ടിലേക്ക് നീ വന്നിട്ട് എത്ര നാളായി? 8 മാസം. അതേത് കണക്ക്? അത് ഞാൻ മറന്നല്ലോ. കഴിഞ്ഞ ക്രിസ്മസിന് ഞാൻ വന്നത് അമ്മച്ചി മറന്നുപോയോ? അന്ന് വന്നതിനെ കുറിച്ച് നീ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഹോസ്റ്റലിൽ നിന്ന് പിടിച്ച പിടിയാലെ കൊണ്ടുവന്നതല്ലേ ഞാൻ. പിണങ്ങില്ല അമ്മച്ചി. എന്തായാലും ഞാൻ വന്നില്ലേ? ഇല്ല, പിണങ്ങില്ല. പകരം ഈ ആഴ്ചയും ഞാൻ അങ്ങോട്ടേക്ക് വന്ന് കണ്ടോളാം. വേണ്ട അമ്മച്ചി, ഹോസ്റ്റലിലേക്ക് വരണ്ട. ഞാൻ ഞായറാഴ്ച പള്ളിയിലേക്ക് വരാം. ആണോ? ഇപ്പോഴാ ഒന്ന് സമാധാനമായത്. അമ്മച്ചിന് പിന്നെ വിളിക്കാം. ആൽബി വരാൻ സമയമായി. ഞാൻ അവന് ചായ ഇട്ട് വെക്കട്ടെ. കോള് കട്ടായിട്ടും ഫോൺ ചെവിയിൽ നിന്ന് മാറ്റാതെ അമ്മു നിന്നു. നോട്ടം കൃഷ്ണശില്പത്തിലേക്കാണ്. കാതിൽ ഇപ്പോഴും മുഴങ്ങുന്നത് ആ പേരാണ്, ആൽബി. ഹോസ്റ്റലിലേക്ക് മാറിയതിൻ്റെ പിറ്റേ ആഴ്ചയാണ് അമ്മച്ചി ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നും പറഞ്ഞ് ജെറിയുടെ കോള് വരുന്നത്. ആഹാരം കൃത്യസമയത്ത് കഴിക്കാത്തതിനാൽ ഷുഗർ കുറഞ്ഞതാണ്. അതിൻ്റെ പേരിൽ ശ്വാസിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മരുന്ന് വാങ്ങാൻ പോയ ആള് തിരികെ എത്തിയത്. ആൽബിൻ ജോൺ കളരിക്കൽ. ഒന്നേ നോക്കിയുള്ളൂ, പിന്നെ അവിടെ ഇരിക്കാൻ തോന്നിയില്ല. വീട്ടിൽ മറന്നു വെച്ച എൻ്റെ കുറച്ച് ബുക്സ് എടുത്തിട്ട് വേണം ഹോസ്റ്റലിലേക്ക് പോകാമെന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ ജെറിയെയും കൂട്ടിയിറങ്ങി. അന്നാണ് അവസാനമായി താൻ ആ മുഖം കണ്ടത്. പിന്നീട് പരസ്പരം കാണാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിട്ടും മനഃപൂർവ്വം അതൊക്കെ ഒഴിവാക്കുകയായിരുന്നു. ഒഴിഞ്ഞു മാറിയത് താനോ ആളോ എനിക്കറിയില്ല. പുറത്ത് ദിയയുടെ ശബ്ദം കേട്ടതും ചിന്തകൾക്ക് കടിഞ്ഞാണിട്ടുകൊണ്ട് അമ്മു പുറത്തേക്കിറങ്ങി. കളരിക്കൽ ഗ്രൂപ്പ്സിൽ ജോലി കിട്ടിയതിൽ പിന്നെ ദിയയിൽ ആ പഴയ പ്രസരിപ്പൊക്കെ തിരികെ വന്നിരുന്നു. അത് ഹർഷന്റെ ട്രീറ്റ്മെന്റിന്റെ ഫലം കൂട്ടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രി മലയൊറ്റൂർ രാമകൃഷ്ണന്റെ വേരുകൾ വായിച്ച് കിടക്കുമ്പോഴാണ് ദേവു മുറിയിലേക്ക് വന്നത്. ദിയേച്ചി കിടന്നോ? ഇപ്പൊ കിടന്നതേ ഉള്ളൂ. പിന്നെ നീ എന്തിനാ നിലാവത്തഴിച്ചു വിട്ട കോഴിയെ പോലെ നടക്കുന്നേ? ഞാനിന്ന് നിന്റെ കൂടെയാടി. എന്തോ? എങ്ങനെ? മര്യാദയ്ക്ക് കിച്ചേട്ടൻ്റെ അടുത്ത് പോയി കിടക്കടി. എത്ര വർഷമായി അമ്മൂസേ നമ്മൾ ഒരുമിച്ച് കിടന്നിട്ട്? കല്യാണമൊക്കെ കഴിഞ്ഞ അങ്ങനെയല്ലേടി? അല്ലാതെ നിന്നെ ഫ്രീ ആയിട്ട് കിട്ടാഞ്ഞിട്ടല്ല. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാനിന്ന് ഇവിടെ കിടക്കത്തുള്ളൂ. അത് പറഞ്ഞുകൊണ്ട് തന്നെ ദേവു കട്ടിലിൽ കയറി കിടന്നിരുന്നു. അപ്പോ ദച്ചുവോ? അവന് പാല് കൊടുത്ത് ഉറക്കിയിട്ടാ വന്നേ. ഇനി ഇടക്കൊന്നും ഉണരില്ല. കിച്ചേട്ടൻ നോക്കിക്കോളും. അപ്പോ രണ്ടും കൽപ്പിച്ചാണല്ലേ? അമ്മു ദേവുവിനെ നോക്കി ചോദിച്ചു. ഇന്നെങ്കിലും നമുക്ക് ആ പഴയ ദേവുവും അമ്മുവും ആകാടി. ലൈറ്റ് ഓഫ് ചെയ്ത് അമ്മുവും അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു. എന്തായാലും കിച്ചേട്ടൻ്റെ കമ്പനിയിൽ തന്നെ നിനക്കും ജോലി കിട്ടിയത് നന്നായി. ഒരുമിച്ച് പോകുകയും വരികയും ചെയ്യാലോ. മോൻ്റെ കാര്യത്തിലേ ഉള്ളൂ കുറച്ച് പാട്. കിച്ചേട്ടൻ്റെ അമ്മ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. ഇന്ന് നീ വരുമെന്നറിഞ്ഞത് കൊണ്ടാ രാവിലെ ഇവിടെ ആക്കിയിട്ട് പോയത്. നാളെ പിന്നെ ലീവാണ്. ഞാൻ നാളെയും കൂടി ഫ്രീ ആണ്. മറ്റന്നാൾ മുതൽ കോച്ചിങ് പോകണം. ഡിഗ്രിക്കൊപ്പം സിവിൽ സർവീസ് പ്രിപ്പറേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു മോളെ. എന്നിട്ടും രണ്ടും വിജയിച്ചില്ലേ? നാളെ റാങ്ക് ഹോൾഡർക്ക് കോളേജിൻ്റെ വക പൂവും ചെണ്ടും പൊന്നാടിയും ഒക്കെ കിട്ടില്ലേ? ഒന്ന് പോടി പെണ്ണേ. പ്രിലിമിനറി മാത്രമേ കഴിഞ്ഞുള്ളൂ. അത്രയും എളുപ്പമല്ല മെയിൻസ്. അമ്മു ദേവുവിനോടായി പറഞ്ഞു. അമ്മൂസേ പറ ദേവൂട്ടി. അത് കഴിഞ്ഞ് എന്താ നിന്റെ പ്ലാന്? അതോടെ കഴിയുന്നില്ലല്ലോ. മെയിൻസ് കിട്ടിയ ഇന്റർവ്യൂ ഉണ്ട്. അതും പാസ്സാകുന്നതോടെ സ്വപ്നം സഫലമാകും. പിന്നെ 2 വർഷത്തെ ട്രെയിനിങ്. അത് കഴിഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിങ്. ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചല്ല അമ്മു ഞാൻ ചോദിച്ചത്. മനസ്സിലായി. അതിന് നാളെ ഒരു തീരുമാനമെടുക്കണം. അമ്മു കാര്യമായി ദേവുവിനോട് പറഞ്ഞു. നാളെയോ? അതെന്താ? ഞാൻ പറഞ്ഞില്ലേ ചന്തുവേട്ടൻ്റെ കാര്യം. പുള്ളി വീണ്ടും ആ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു.
അത് കേട്ടതും ദേവു ചാടി എഴുന്നേറ്റ് ലൈറ്റിട്ടു. ഞെട്ടലോടെ അമ്മുവിനെ നോക്കിയിരുന്നു. എന്താടി? എല്ലാ ദിവസവും ലൈബ്രറിയിൽ അങ്ങേര് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ അതിലെന്തോ ദുരുദ്ദേശമുണ്ടെന്ന്. അതിലത്ര വലിയ ദുരുദ്ദേശമുണ്ടോ ദേവു? ഇന്ന് എന്നോട് അത് ചോദിക്കുന്നത് വരെയും ഒരു നോട്ടം കൊണ്ട് പോലും ചന്തുവേട്ടൻ എന്നെ ശല്യം ചെയ്തിട്ടില്ല. ആ അത് വിട്, നീ ബാക്കി പറ. നാളെ വൈകുന്നേരം അമ്പലത്തിൽ വരുമ്പോൾ മറുപടി പറയാമെന്ന് പറഞ്ഞു. നീ എന്ത് പറയാൻ പോകുക? എന്ത് പറയണം? നിന്റെ ജീവിതമല്ലേ, നീയാണ് തീരുമാനിക്കേണ്ടത്. എങ്കിൽ തൽക്കാലം എൻ്റെ മോള് വന്ന് കിടക്ക്, നാളെ ഞാൻ പറഞ്ഞോളാം. ലൈറ്റ് ഓഫ് ചെയ്ത് ദേവു കിടന്നു. കുറച്ചു നേരത്തേക്ക് മൗനം അവർക്കിടയിൽ തളം കെട്ടി. നീ ഉറങ്ങിയോ ദേവു? ഏയ് ഇല്ല, പഴയ ചില കാര്യങ്ങൾ ഓർക്കുമായിരുന്നു. അർത്ഥമില്ലാത്ത ഓർമ്മകൾക്ക് പിറകെ പോയി സമയം കളയാതെ നീ ഉറങ്ങാൻ നോക്ക്. നിശബ്ദമായ നിമിഷങ്ങൾ കടന്നുപോയെങ്കിലും രാവേറെ ആയപ്പോഴാണ് രണ്ടുപേരും ഉറങ്ങിയത്. കോളേജിലെ ഫംഗ്ഷൻ ഇടാനായി അമ്മ ഒരു റെഡ് ചുരിദാർ എടുത്തു. കഴിഞ്ഞ മാസം ശമ്പളം കിട്ടിയപ്പോൾ ദേവു വാങ്ങി തന്നതാണ്. അതിൻ്റെ താഴെയിരുന്ന നീല ചുരിദാറിലേക്ക് ഒരു വേള അമ്മുവിൻ്റെ നോട്ടം ചെന്നു. അവളുടെ ചിന്തകൾ ഒരു പിറന്നാൾ ദിനത്തിലേക്ക് പോയി. നീല ഷർട്ടിട്ട് വന്ന് തന്നെ ഞെട്ടിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തവന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു. പ്രണയം നിരസിക്കപ്പെട്ട നാളുകളിൽ അതൊക്കെ ഓർത്ത് താൻ ഒരുപാട് കരഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ ആ പിറന്നാൾ ദിനമൊക്കെ സുഖമുള്ള ഓർമ്മയായി മാറിയിരിക്കുന്നു. അമ്മു മനസ്സിലായി ഓർത്തു. കിച്ചന്റെയും ദേവുവിന്റെയും കൂടെയാണ് അമ്മ കോളേജിലെത്തിയത്. നല്ല സ്വീകരണമായിരുന്നു അവൾക്ക്. അമ്മുവിനെ കണ്ടതും ചൈതന്യ ഓടി വന്നവളെ കെട്ടിപ്പിടിച്ചു. അന്നൊരിക്കൽ മോഡൽ എക്സാമിന് മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ തല താഴ്ത്തി നിന്നവൾ ഇന്ന് തല ഉയർത്തി നിൽക്കുന്നു. അത് നിന്റെ മാത്രം കഴിവ് കൊണ്ടാണ് ആത്മിക. ഐ ആം വെരി പ്രൗഡ് ഓഫ് യു. തൻ്റെ മാത്രം കഴിവ്. ഒരു വരണ്ട ചിരി അമ്മുവിൻ്റെ ചുണ്ടിൽ മിന്നിമാഞ്ഞു. എല്ലാവരുടെയും പ്രസംഗവും പ്രശംസകളും കഴിഞ്ഞ് അമ്മുവിനുള്ള ട്രോഫിയും കൊടുത്ത് അവളെ കൊണ്ട് 2 വാക്ക് സംസാരിപ്പിച്ചതിനു ശേഷം ഫംഗ്ഷൻ തീർന്നപ്പോഴേക്കും ഉച്ചയായിരുന്നു. പിന്നെ കുറച്ചു നേരം പൂജയുടെ അടുത്തിരുന്നിട്ടാണ് അവർ തിരികെ പോയത്. വൈകുന്നേരം അമ്പലത്തിൽ പോകാനായി കുളിച്ചൊരു ദാവണിയും കൊടുത്ത് അവൾ ഇറങ്ങി. അവൾ തൊഴുതിറങ്ങിയതിനു ശേഷമാണ് ചന്തു എത്തിയത്. അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ച് അവൻ തൊഴാനായി കയറി. തിരികെ വരുമ്പോൾ അമ്മു ആൾത്തറയിൽ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് തിരക്കിലായിടോ, അതാ ലേറ്റായത്, അവൻ അമ്മുവിനോടായി പറഞ്ഞു. തിരക്കിലായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ കാണായിരുന്നല്ലോ. ഹോ, ഇത്രയും കാത്തിരുന്നത് തന്നെ ധാരാളം. അമ്മു ചെറുതായി ചിരിച്ചു. അത് നോക്കി അവനും അവൾക്കടുത്തായിരുന്നു. എന്നെക്കുറിച്ച് എല്ലാം അറിയാമോ? താൻ പറഞ്ഞോ, ഞാൻ കേൾക്കാം. ഒരു പുഞ്ചിരിയോടെ ചന്തു അമ്മുവിനോടായി പറഞ്ഞു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കളരിക്കൽ വീട്ടിൽ എത്തിയതാണ് ഞാൻ. സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതയില്ലാതിരുന്നതിന് കാരണം എൻ്റെ അമ്മാവൻ്റെ മകനും. അങ്ങനെയുള്ളൊരു രാത്രിയിൽ നിയോഗം പോലെ എനിക്ക് സംരക്ഷണമേകിയ കരങ്ങൾ എന്നെ കളരിക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ. എല്ലാവർക്കും അറിയുന്നതിനപ്പുറം മറ്റൊരു കഥ കൂടിയുണ്ട്. അഭയം തന്നവനെ തന്നെ പ്രണയിച്ച ഒരു പെണ്ണിന്റെ കഥ. ആ പ്രണയത്തിന് മറ്റൊരു അവകാശമുണ്ടെന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കാതെ പിന്നാലെ നടന്ന് വെറുപ്പ് സമ്പാദിച്ചു. ഒടുവിൽ ആ ബന്ധത്തിന്റെ ആഴം കൺമുന്നിൽ കണ്ടപ്പോൾ ചങ്ക് തകർന്ന് ആ വീട്ടിൽ നിന്നിറങ്ങി. ആത്മിക, തനിക്ക് പ്രണയം ഉണ്ടായിരുന്നു? ആരോട്? ജെറിയാണോ? ജെറി, അവൻ എനിക്ക് ആരെന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. കൂടപ്പിറപ്പും കൂട്ടുകാരനുമൊക്കെയാണ്. ആദ്യ കാഴ്ചയിൽ മുതൽ ഈ നിമിഷം വരെ എൻ്റെ നിഴലായി കൂടെയുള്ളവൻ. അത് ചന്തുവേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആര്? അതെന്താ, കളരിക്കൽ വീട്ടിൽ ജെറി മാത്രമേ ഉള്ളൂ. പിന്നെയുള്ളത് ഇച്ചായനാണ്. അത് തൻ്റെ മുഖത്തേക്ക് നോക്കി മൃദുവായി ചിരിക്കുന്നവളെ കണ്ടതും ചന്തുവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നോ വേ, ഇച്ചായനെയാണോ നീ പ്രേമിച്ചത്? അപ്പോ ചന്തുവേട്ടനും തോന്നി അർഹതയില്ലാത്തതാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന്. ഏയ്, അങ്ങനെയല്ലടോ. ഇച്ചായനെ പോലെയുള്ള ഒരാളുടെ മുഖത്ത് നോക്കി ഇഷ്ടം പറയാനുള്ള ധൈര്യമൊക്കെ നിനക്കുണ്ടായിരുന്നോ? ചില പ്രണയം അങ്ങനെയാണ്. വേണ്ടാത്ത സമയത്ത് ഇല്ലാത്ത ധൈര്യമൊക്കെ അങ്ങ് തരും. അപ്പോൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് വലിയ മണ്ടത്തരമായിട്ട് തോന്നും. ഒന്നും മിണ്ടാതെ തന്നെ ഉറ്റുനോക്കിയിരിക്കുന്നവനെ അവൾ കണ്ണു ചിമ്മി കാണിച്ചു. നമുക്ക് ആ കുളത്തിൻ്റെ അടുത്തേക്ക് പോയാലോ? അമ്മു ചോദിച്ചതും ചന്തു ആൾത്തറയിൽ നിന്നും എഴുന്നേറ്റു. ശ്രീകോവിലേക്ക് നോക്കിയപ്പോൾ എന്നത്തെയും പോലെ അവിടെ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. ഇനി ചന്തുവേട്ടൻ പറ, എന്ത് തീരുമാനമാ ഞാൻ എടുക്കേണ്ടത്? ഇനി തീരുമാനം പറയേണ്ടത് ഞാനല്ലേ ആത്മിക? കുളത്തിലേക്ക് കണ്ണു നട്ടിരുന്ന് പറയുന്നവനെ ഇമ വെട്ടാതെ അവൾ നോക്കിയിരുന്നു.
എന്താ? അല്ല, ഉത്തരം തേടി വന്നയാൾക്ക് ഇപ്പോൾ ഉത്തരമില്ലാത്ത അവസ്ഥയായല്ലോ എന്ന് ഓർത്തതാ. അങ്ങനെയല്ലടോ ആത്മിക, ഇഷ്ടപ്പെട്ട പെണ്ണിന് ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എല്ലാം കൂടി കേട്ട് കിളി പറന്നു. ആ കിളികളെയെല്ലാം തിരികെ കയറ്റിയിട്ട് എൻ്റെ തീരുമാനമായി ഞാൻ വരാം. അല്ല, ഞാൻ വരും. 1000 പ്രതീക്ഷകളുമായി കരയെ പുൽകാൻ എത്തുന്ന തിരമാലകൾക്കും അറിയാം ആ ഒത്തുചേരൽ നിമിഷ നേരത്തേക്ക് മാത്രമാണെന്ന്. വീണ്ടും അതേ ആവേശത്തോടെ അവൻ തൻ്റെ പ്രണയിനിയുടെ അടുത്തേക്ക് വരും. ഒരിക്കലും ഒരുമിക്കാൻ കഴിയാത്ത പ്രകൃതിയുടെ മറ്റൊരു പ്രണയം. അസ്തമയ സൂര്യൻ ചെമ്പട്ടാക്കിയ കടലിന് അഭിമുഖമായിരിക്കുമ്പോൾ ആൽബിയുടെ മനസ്സിലും തിരമാലകളുടെ ഇരമ്പലായിരുന്നു. കടൽ കാറ്റിൽ നെറ്റിയിലേക്ക് പാറി വീഴുന്ന മുടിയിഴകൾ അലസമായി ഒതുക്കിക്കൊണ്ട് അവൻ ഫോണെടുത്ത് നമ്പർ ഡയൽ ചെയ്തു. ചെവിയിലേക്ക് വെച്ചു. ലാസ്റ്റ് റിങ്ങിലാണ് മറുവശം കണക്റ്റ് ആയത്. ഹലോ ടീനു, പ്ലീസ് കട്ട് ചെയ്യരുത്. എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട മിസ്റ്റർ ആൽബിൻ. ടീനു കൊച്ചേ, നിന്റെ നമ്പർ കണ്ടാൽ ഞാൻ എടുക്കില്ലെന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ പുതിയ നമ്പറിൽ നിന്നുള്ള വിളി? എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? പ്ലീസ് ലീവ് മീ ആൽബിൻ, പ്ലീസ്. ടീനു മോളെ, ഞാൻ പറഞ്ഞത് തന്നെയല്ലേ വീണ്ടും വീണ്ടും നിനക്ക് പറയാനുള്ളത്. എനിക്കതിനപ്പുറം ഒന്നും പറയാനില്ല. ഐ ജസ്റ്റ് ഹേറ്റ് യു. കോൾ കട്ടായതും ഒരു തേങ്ങൽ തൊണ്ടക്കുഴിയോളം എത്തി നിൽക്കുന്നത് ആൽബി അറിഞ്ഞു. ഇരു കൈകളാൽ നെറ്റിയൂന്നി അവനിരുന്നു. കടലിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സൂര്യനൊപ്പം തിരയുടെയും കരയുടെയും പ്രണയത്തിന് സാക്ഷിയായി ചന്ദ്രനും എത്തിയിരുന്നു.